UP അധ്യക്ഷ സോണിയാഗാന്ധിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ഭൂമിയില്ലാത്ത 1 ലക്ഷം പേർക്ക് 3 സെന്റ് ഭൂമി വീതം നൽകുമെന്നാണ് പ്രഖ്യാപനം. എന്നാൽ ഇത് കേന്ദ്ര സർക്കാരിന്റെ ഭൂപരിഷ്കരണ നയത്തിലെ വ്യവസ്ഥകളുമായി യോജിച്ചു പോകുന്നില്ല. ഭൂരഹിതരായവർക്ക് 10 സെന്റ് ഭൂമി വീതം നൽകുമെന്നതാണ് ദേശീയ നയത്തിന്റെ കരടിലെ പ്രധാന വ്യവസ്ഥ. കേന്ദ്രമന്ത്രി ജയറാം രമേശ് അധ്യക്ഷനായ സമിതിയാണ് കരട് തയ്യാറാക്കിയത്. 4.5 കോടി ജനങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്ന് കരുതുന്നു. അതിനിടയിലാണ് 3 സെന്റ് ഭൂമി വിതരണം ചെയ്യുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി UP അധ്യക്ഷ തന്നെ ഉദ്ഘാടനം ചെയ്തത്. 3 സെന്റ് ഭൂമി വിതരണം ചെയ്ത ഈ പദ്ധതി വിജയമാണെന്ന് കാണിച്ച് ദേശീയ നയത്തിൽ കേന്ദ്ര സർക്കാർ മാറ്റം വരുത്തുമോ എന്നാണ് ആശങ്കയുയർന്നിരിക്കുന്നത്. കേരളത്തിൽ 3 സെന്റ് ഭൂമി പാർപ്പിടാവകാശത്തിലൂടെ നടപ്പിലാക്കിയാൽ കേന്ദ്ര സർക്കാരിന്റെ നിയമനിർമ്മാണ പ്രോസസ്സിലുള്ള പാർപ്പിടാവകാശ നിയമത്തെ ആ 3 സെന്റ് ഇവിടെ സക്സസ് ആണ്. അതുകൊണ്ട് ദേശീയ തലത്തിലും ഇത് 10 സെന്റ് വേണ്ട 3 സെന്റ് മതി എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ വരുന്ന ഏതാണ്ട് 4 കോടിയോളം കുടുംബങ്ങളെ വഞ്ചിക്കുന്ന ഒരു വലിയൊരു പ്രോസസ്സാണ് ഈ സീറോ ലാൻഡ്ലെസ് കേരള ക്യാമ്പയിനിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി നടപ്പിലാവുന്നതോടെ 3 സെന്റ് ഭൂമി ലഭിക്കുന്നവരെല്ലാം ഭൂരഹിതരില്ലാതായി മാറും. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദിഷ്ട നയമനുസരിച്ച് ഇവർ 10 സെന്റ് ഭൂമിക്ക് അർഹരാണ്. ഫലത്തിൽ ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതിയിലൂടെ ഭൂരഹിതർക്ക് 7 സെന്റ് ഭൂമി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് സംസ്ഥാനത്ത് കൂടുതൽ കോളനികൾ നിലവിൽ വരാൻ കാരണമാകുകയും ചെയ്യും. PL കിരൺ, മീഡിയ 1, കൊല്ലം.